ഹലോ ഗൈസ്, മീ ആൻഡ് മൈ കല്ലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയാണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന്. കാരണം വളരെ സിമ്പിളാണ്. നമുക്ക് ഉള്ളിയും തക്കാളി ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. നോർമലി നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിട്ടാണല്ലോ ഒരു ഇതെല്ലാവരും ചിക്കൻ കറി വെക്കാറ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കതൊന്നും വഴറ്റാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രമാണ് വേണ്ടത്. നിങ്ങളൊക്കെ ഏത് പാത്രമാണ് യൂസ് ചെയ്യുന്നത് ആ പാത്രം യൂസ് ചെയ്യാം. ഞാനിതാ ഈ ഒരു പാത്രമാണ് എല്ലാത്തിനും യൂസ് ചെയ്യാറ്. എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എൻ്റെ മെയിൻ പാത്രം ഇതാണ്. അപ്പോൾ പൊടികളുടെ കണക്കൊന്നും പറഞ്ഞുതരാൻ എനിക്ക് വല്ലാണ്ട് അറിയില്ല. അപ്പോൾ ഞാൻ ഏകദേശം 1 കിലോ ചിക്കനായിട്ട് ഇവിടെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ പൊടികളൊക്കെ ഇടുമ്പോഴും നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ, ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ ആ പാത്രത്തിലേക്ക് ഞാനൊരു ഏകദേശം ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഈ മുളക് പൊടിക്ക് നല്ല എരിവ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഒരു 2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം സ്റ്റൗ ഓൺ ആക്കിയിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി അത്യാവശ്യം നല്ല ചൂടാക്കുക. ആ സമയത്ത് നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി അടി കരിയാതെ ശ്രദ്ധിക്കണേ. അടി കരിയാതെ നല്ല സ്ലോയിലിട്ടിട്ട് നമുക്കത് വറുത്തെടുക്കുക. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ പ്രത്യേക സ്മെല്ലാട്ടോ, വേറെ നല്ലൊരു സ്മെല്ല് വരും. എന്താ സ്മെല്ല് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം നല്ലൊരു സ്മെല്ലാണ്. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് പിന്നെയും അതിങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ചൂടാക്കി കൊണ്ടുവരിക. ഇപ്പോൾ ഇവിടെ ഏട്ടൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷം ചിക്കനിൽ പല വെറൈറ്റി ഐറ്റംസ് പരീക്ഷിക്കുക എന്നുള്ളതാണ് പിന്നെ മെയിൻ ഹോബി. കാരണം ഇവിടെ കൂടുതലും ചിക്കനാണ് കിട്ടാറ്. അപ്പോൾ ഇവിടെ ഡെയിലി ഒരു തരം കറി തന്നെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര മടുപ്പാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ചിക്കൻ റോസ്റ്റ് ആക്കും, ഇടയ്ക്ക് പൊരിക്കും, അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ബിരിയാണി വയ്ക്കും. അപ്പോൾ എന്നാലും ഞാൻ അങ്ങനെ വേറെ ഓരോരോ ഐറ്റംസ് ഇങ്ങനെ ട്രൈ ചെയ്യും. ഇത് പിന്നെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല എളുപ്പമാണേനും പിന്നെ നമുക്ക് വലിയ അരിയാനും പിടിക്കാനൊന്നും കുറേയൊന്നും ഉണ്ടാവില്ല. ആ ഉള്ളി അരിയാനും തക്കാളി അരിയാനും ഉണ്ടാവും. അല്ലാതെ നമുക്ക് കുറേ നേരിട്ട് വാട്ടണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പണിയുമില്ല, വേഗം കഴിയും. അങ്ങനെ അത് നല്ല ചൂടായതിന് ശേഷം എന്ത് ചെയ്യുക, ചിക്കൻ കഴുകി വെച്ചതിടാം കേട്ടോ. ചിക്കൻ കഴുകി വെച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോഴൊന്നും വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഒഴിക്കാതെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ ചിക്കൻ തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരുമല്ലോ. അങ്ങനെ ആ ചിക്കനിന് വെള്ളം ഇറങ്ങി വരുന്നവരെ അത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. ചിലപ്പോൾ ഇതേപോലെ എല്ലാവരും വെക്കുന്നുണ്ടാവും, പക്ഷേ എന്നാലും ഇപ്പോൾ എല്ലാവരും ഒരേപോലെ കറി വെക്കുന്ന ആൾക്കാരാവില്ല. കാരണം ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കറി വെക്കുന്ന പോലെ ആവില്ല എൻ്റെ അമ്മ കറി വെച്ചാൽ. അപ്പോൾ അമ്മ കറി വെക്കുന്ന പോലെ ആവില്ല മേമ്മ കറി വെച്ചാൽ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഇതുണ്ടാവില്ല. ചിലപ്പോൾ ഒരേ മോഡലൊക്കെ തന്നെ ആയിരിക്കും, പക്ഷേ എന്നാലും ഉണ്ടാക്കുമ്പോൾ പൊടികളുടെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടുമ്പോൾ കറിക്ക് ടേസ്റ്റ് വ്യത്യാസം വരുമല്ലോ. അപ്പോൾ എല്ലാവരും ഒരു ഇത് ഉണ്ടാക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പല ഐറ്റം ഞാൻ ഉണ്ടാക്കാറുണ്ട്, പല ഐറ്റം ഞാൻ പരീക്ഷിച്ച് നോക്കാറുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഐറ്റം ഈ ഒരു കറിയാണ്. ബാക്കിയൊക്കെ ഞാൻ ഇങ്ങനെ എപ്പോഴും ഞാൻ ചിക്കൻ കൊണ്ടുവരുന്ന സമയത്തായാലും ഞാൻ അങ്ങനെ മടിച്ച് നോക്കും. കാരണം അത് കുറേ അരിയണ്ടേ വാട്ടണ്ടേ. ഇതാകുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പോൾ പിന്നെ വേഗം നമ്മുടെ പണിയും കഴിയും. അപ്പോൾ കൂടുതൽ ഞാൻ ഇത് തന്നെ ഉണ്ടാക്കാറ്. അതേപോലെ റോസ്റ്റും ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും കേട്ടോ. ചിക്കൻ റോസ്റ്റ് ആയാലും എനിക്ക് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത്. പിന്നെ നെയ്ച്ചോറിക്കൊക്കെ നല്ല രസമാണ്. അത്യാവശ്യം അങ്ങനെ ഗ്രേവി ടൈപ്പ് പോലത്തെ കറിയാവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് അത് ചിക്കൻ കറി നമ്മൾ നെയ്ച്ചോറിക്കൊക്കെ കൂട്ടാൻ നല്ല രസമാണ് ഈ ഒരു ടൈപ്പ് കറി. അങ്ങനെ നമ്മൾ നന്നായിട്ട് ആ ചിക്കൻ വഴറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇന്ന് വെള്ളം ഇറങ്ങണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ ചില ദിവസങ്ങളിൽ കറി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റോടെ ഞാൻ കറി ഉണ്ടാക്കും കേട്ടോ. കറി ആയാലും എന്തായാലും. പക്ഷെ ചില ദിവസങ്ങളിൽ ചിക്കൻ കാണുമ്പോൾ എനിക്കത് എന്താ പറയുക ഉണ്ടാക്കാനേ തോന്നില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലും തിന്നല്ലോ എന്നുള്ളതിൽ നമ്മൾ ഉണ്ടാക്കില്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. പക്ഷെ ചില ദിവസങ്ങളിലാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ഉണ്ടാക്കാൻ. പണ്ടൊക്കെ വീട്ടിലെന്ന സമയത്ത് ഞായറാഴ്ച അല്ലെങ്കിൽ അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ അല്ലേ ചിക്കൻ കൊണ്ടുവരുമായിരുന്നു. അപ്പോഴൊക്കെ ചിക്കൻ ഉണ്ടാക്കാൻ ഭയങ്കര ത്രില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിങ്ങനെ കണ്ട് മടുത്ത കാരണം എന്തോ പോലെയാണ് ഉണ്ടാക്കാൻ. ചില ദിവസങ്ങളാണെങ്കിൽ ഭയങ്കര മടിയാണ്. അപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ തട്ടിക്കൂട്ട് ഐറ്റംസൊക്കെ പരീക്ഷിക്കാറ്. അങ്ങനെ ചിക്കൻ അതിന് വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഉള്ളി അരിഞ്ഞത്, അതേപോലെ തന്നെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇടുക. പിന്നെ നിങ്ങളുടെ അടുത്ത് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചതച്ചിടാം. ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൊണ്ടുവന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ പേസ്റ്റാട്ടോ യൂസ് ചെയ്യണത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഞാൻ കൂടുതലും അതന്നെ യൂസ് ചെയ്യാറ്. ഇതിപ്പോൾ ഈ കറീനെ കൊണ്ട് പറഞ്ഞ പോലെ ഭയങ്കര എളുപ്പമാണ് ഈ പേസ്റ്റാക്കി വെച്ചാൽ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ പേസ്റ്റാക്കി വെച്ചാലും പുറത്തുനിന്ന് മേടിക്കുന്നതായാലും നമുക്ക് ഉപയോഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം ഈ രാവിലെയൊക്കെ നമുക്ക് ഈ വെളുത്തുള്ളി നന്നാക്കി ഇഞ്ചി നന്നാക്കി അത് കുത്തിച്ചതച്ചാൽ ഭയങ്കര ടാസ്ക് എന്നല്ല, ഡെയിലി ചെയ്യുന്ന ആൾക്കാർക്ക് അത് എളുപ്പം തന്നെ ആയിരിക്കും. ഞാനും നാട്ടിലാണ് സമയത്ത് അതൊക്കെ തന്നെ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം തന്നെ യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ അതവിടെ വേകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഒരു തക്കാളിയും കൂടി വേണം കേട്ടോ. ഒരു തക്കാളി നമ്മൾ കറിയിലിട്ടു. ഇനി അപ്പോൾ അടുത്തൊരു
തക്കാളി, ചെറിയ തക്കാളി മതി. അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇതൊന്നും നമുക്ക് കറിയിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഉള്ളി അരിയുക, തക്കാളി അരിയുക, അതേപോലെ തക്കാളി ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. ഈ ഒരു മെനക്കെടുന്ന ഈ കറിക്ക് ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കറിയാണെന്ന്. അപ്പോൾ എന്ത് ചെയ്യുക, തക്കാളി നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. നന്നായിട്ട് പറഞ്ഞാൽ നന്നായിട്ട് പേസ്റ്റായിട്ട് തന്നെ ആയിക്കോട്ടെ, അങ്ങനെ കഷ്ണങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട. അങ്ങനെ ഞാനിതാ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ അത്യാവശ്യം ലൂസാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ പേസ്റ്റാക്കി എടുത്തിട്ട് നമുക്ക് ഒഴിക്കാൻ ടൈം ആയിട്ടില്ല കേട്ടോ, കാരണം നമുക്ക് ചിക്കനിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി വേവിക്കണം. അത് നിങ്ങൾക്ക് എത്രത്തോളം ലൂസാക്കണോ അതിനനുസരിച്ചിട്ട്. ഇപ്പം നിങ്ങൾക്ക് ലൂസാക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കേണ്ട. അത്യാവശ്യം ഗ്രേവി ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഞാൻ എന്തായാലും അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, എനിക്കിപ്പോൾ ഇന്ന് രാത്രിത്തേക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, നാളെ പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. പത്തിരി അല്ലെങ്കിൽ പുട്ട് അല്ലെങ്കിൽ നൂൽപുട്ട്. അപ്പോൾ അതിലേക്കൊക്കെ ചിക്കൻ കറി നല്ല മാച്ചാണല്ലോ. അപ്പോൾ അതിലേക്കും കൂടി എനിക്ക് കുറച്ച് വേണം. ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, അത്യാവശ്യം ചിക്കനും ഉണ്ടല്ലോ. ഇന്നിപ്പോൾ ഇവിടെ ഞാനും ഏട്ടനും മാത്രമല്ല അത്യാവശ്യം നല്ല ചിക്കൻ കഴിക്കുന്ന ആൾക്കാരുള്ളൂ. ഇപ്പോൾ മോളായാലും അധികമൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇത് ഫുള്ള് കഴിച്ച് കൂട്ടൊന്നുമില്ല. അപ്പോൾ നാളത്തേക്ക് എന്തായാലും ബാക്കിയുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ഒന്നെങ്കിൽ പത്തിരി അല്ലെങ്കിൽ പുട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക. അതിലേക്ക് നല്ല കോംബോ ആണല്ലോ, പുട്ടിലേക്ക് നല്ല അടിപൊളി കോംബോ ആണല്ലോ ചിക്കൻ കറി. അപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി വെന്തോട്ടെ, അല്ലെങ്കിൽ അതൊന്ന് തിളച്ചോട്ടെ. തിളച്ചിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കണമെങ്കിൽ അപ്പോഴും നല്ലതാവട്ടെ, നല്ല ഗ്രേവി ആയിക്കോളും. ഇനി നിങ്ങൾക്ക് തീരെ ലൂസ് ആവണ്ടെന്നുണ്ടെങ്കിൽ നേരെ മിക്സിയിലിട്ട് അടിച്ച സാധനം നമുക്ക് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലവണ്ണം തിളപ്പിക്കുക. കാരണം തക്കാളിയുടെ പച്ചമണം ഉണ്ടാവുമല്ലോ, ആ ഒരു പച്ചച്ചോയ, അത് പോണവരെ തിളപ്പിച്ചിട്ട് ഒന്ന് ഓഫാക്കിയാൽ മതി, സ്റ്റവ് ഓഫാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്തായാലും ഇത് നാളത്തേക്കും കൂടി ആവശ്യമുണ്ട്. പിന്നെ നെയ്ച്ചോറിക്കായാലും കുറച്ച് എന്താ പറയുക, നല്ല ഗ്രേവി ടൈപ്പ് അല്ലാതെ കുറച്ച് ലൂസ് ആകുമ്പോഴാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ആക്കാം. എന്നാലും ഇതിനകത്ത് കുറേ വറ്റിച്ചെടുക്കും കേട്ടോ, കുറേ അത്യാവശ്യം നല്ലോണം വറ്റിച്ച് കുറുക്കിയെടുക്കും ഞാൻ. ഓവറായിട്ട് ചെയ്യൂലെങ്കിലും അത്യാവശ്യം. പിന്നെ എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഒന്നുമില്ല കേട്ടോ, മല്ലിച്ചപ്പ് കൊണ്ടുവന്നില്ലായിരുന്നു. അതവനെ മല്ലിച്ചപ്പ് ഉണ്ടാകുന്ന ഞാൻ കേട്ടോ, അതൊക്കെ ലാസ്റ്റ് മല്ലിച്ചപ്പൊക്കെ വേണമെങ്കിൽ കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് നന്നായിട്ട് ചിക്കൻ വെന്തെന്ന് കൺഫേം ആയതിന് ശേഷം ഈ തക്കാളി അരച്ചത്, തക്കാളി പേസ്റ്റ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു വിട്ടാൽ. എന്നിട്ട് നന്നായിട്ട് ഇനിയും തിളയ്ക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, തക്കാളിയുടെ ഒരു പച്ചച്ചോയ അല്ലെങ്കിൽ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ. പിന്നെ തക്കാളി അടിച്ച പ്രത്യേക ഒരു വേറെ ചോയാണല്ലോ. അപ്പോൾ അത് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് തിളച്ചോട്ടോ. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസം മാറുണ്ടാവും. അങ്ങനെ നന്നായിട്ട് തിളയ്ക്കേണ്ട. പിന്നെ എനിക്കുള്ളൊരു വൃത്തികെട്ട സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ടേസ്റ്റ് നോക്കും. എന്തുണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഉപ്പ് നോക്കിക്കൊണ്ടേയിരിക്കണം. അതിൻ്റെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ശീലമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇതെന്നല്ല, എന്തുണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ടേസ്റ്റ് നോക്കും ഞാൻ. പിന്നെ ഞാൻ അതിലേക്ക് ലാസ്റ്റ് കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗരം മസാല നമ്മൾ ആദ്യമൊന്നും ഇട്ടിട്ടില്ല, ലാസ്റ്റാണ് ഇട്ടത്. കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കറിവേപ്പില, മല്ലിച്ചപ്പ് ഇതൊക്കെ ഇടണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പം ഞാനിതാ നമ്മുടെ കറിയൊക്കെ റെഡിയായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറിലേക്കാണ് ഞങ്ങളിത് കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരും അറിയാത്ത ആൾക്കാരൊക്കെ ഇത് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർ ഞാനിപ്പോൾ ഉണ്ടാക്കിയാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞു തരും വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.